നമസ്കാരം. ഇന്ന് നമ്മുടെ 57ാമത്തെ എപ്പിസോഡാണ്. ഇതൊരു ശരനേരമുള്ള ഞാൻ ഒരു 20 എപ്പിസോഡിന് മുമ്പാന്ന് തോന്നുന്നു വേടനെക്കുറിച്ച് നെഗറ്റീവായിട്ട്, അതായത് സത്യസന്ധമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒരു ഷബീഖെന്ന് പറഞ്ഞൊരാൾ എന്നെ ഒരു പൊതുസഭ വെച്ച് തല്ലാനൊക്കെ വന്നു. ആ ഷബീഖിനോടുള്ള മറുപടിയായിട്ട് കുട്ടിക്കോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മയക്കുമരുന്നുകാരനാണെന്ന്. അവൻ പെണ്ണ് കേസാണ്. ഇപ്പോൾ ഇത് ബലാത്സംഗ കേസിലും പ്രതിയായി. ഇനി അവൻ രാജ്യദ്രോഹ കുറ്റത്തിനും കൂടെ അവൻ ശിക്ഷിക്കപ്പെടാനോ പിടിക്കപ്പെടാനോ ഉള്ളൂ. അവൻ ശ്രീലങ്കയ്ക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യയെ തമ്മിലടിപ്പിക്കാൻ വന്നവൻ തന്നെയാണെന്ന് ഞാനിപ്പോഴും പറയുന്നു. അവൻ തമിഴ് പുലിയുടെ ആ മനസ്സ് അവനുണ്ട്. അവന് മഹാനായ രാജീവ് ഗാന്ധിയെ കൊന്ന പാരമ്പര്യമുള്ളവരാണ്. അവൻ രാജ്യദ്രോഹിയാണ്. അവൻ്റെ പണ സോഴ്സും അവൻ്റെ സ്വഭാവങ്ങളുടെ സോഴ്സും എല്ലാം അന്വേഷിക്കേണ്ടതാണ്. ആ ഷബീഖിനുള്ള ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഷബീഖിനെ പോലുള്ളവർ അവനെ പിന്തുടരുക. അതിനുള്ള മറുപടി കാലം പണ്ട് പിന്നെയായിരുന്നു, ഇപ്പോൾ കൂടെയാണ്. കാലം എല്ലാത്തിനും മറുപടി നൽകും, എല്ലാത്തിനും. ഇപ്പോൾ കണ്ടോ അവൻ ഒളിച്ചോടിപ്പോയേക്കുന്നത് ബലാത്സംഗ കേസിൽ. ഇനി രാജ്യദ്രോഹ കുറ്റം കൂടെ തെളിയിക്കപ്പെടാനുള്ളൂ. അതുപോലെ തന്നെ ഇന്നലെ ഒരു എപ്പിസോഡ് ചെയ്യുന്നു ട്രൈബൽ സ്കൂളിനെ കുറിച്ച്. 100 കുട്ടികൾ പഠിക്കുന്നതാണ്. ആ കുട്ടികളുടെ രക്ഷകർത്താക്കളും ഞാനിതൊന്നും പണം വാങ്ങി ആർക്കും വേണ്ടി ചെയ്യുന്നതല്ല, ഒരു രാഷ്ട്രീയ ചായ്വിന് വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് തോന്നുന്നത് ചെയ്യുന്നതാണ്. കാരണം നല്ലതെന്ന് തോന്നുന്നത്. കുറേ നെഗറ്റീവ്സ് എല്ലായിടത്തും കാണും. ആ നെഗറ്റീവ് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന നാടാണ്. അത്രയും നല്ലൊരു മനുഷ്യനെ, എബ്രഹാം ലിങ്കനെ, അങ്ങനെയൊക്കെ ആ നാട്. അപ്പം നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാൻ എല്ലാത്തിനും തെറ്റുകൾ വരാം, പക്ഷേ നമ്മൾ ശരികൾ കണ്ടുപിടിക്കണം. നിങ്ങളെല്ലാവരും ദയവേത് തന്നെ ഫോളോ ചെയ്യണം. അതിൻ്റെ പേരിൽ ഒരു 10 പേരെന്നെ ഫോളോ ചെയ്ത് കേട്ടോ ഈ എപ്പിസോഡിൻ്റെ ബേസിൽ. അതിന് നന്ദിയുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോ കാണുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ 17.5 മിനിറ്റേ ഉള്ളൂ എനിക്ക് അത്. കാരണം ഞാൻ വിചാരിച്ച നല്ല അത്രയും കുട്ടികളെ രക്ഷകർത്താക്കളും കുട്ടികളും കണ്ടു കഴിയുമ്പോൾ തന്നെ ആയല്ലോ, 10,000 പേരായല്ലോ. പക്ഷേ ഇതുവരെ വളരെ കുറച്ച് വ്യൂവേഴ്സാണ് അതിനുണ്ടായത്. ഒരു ഹെഡ് മാസ്റ്റർ പോലെ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ വ്യൂവേഴ്സ് എല്ലാം ഉണ്ടായത് എൻ്റെ 103 ഗ്രൂപ്പിൽ നിന്നാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഫേസ്ബുക്കിലൊന്ന് ഷെയർ ചെയ്താൽ മതി, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അത് കാണട്ടെ. അത് സത്യസന്ധമല്ലേ ആ കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളൊന്ന് അഭ്യർത്ഥിക്കാനും എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയാനാണ്. ഇത് പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടുന്ന ഈ ഫോളോവേഴ്സാണ്. നന്ദി, നമസ്കാരം.